നമസ്കാരം. ജൂലൈ 23-ന് ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുന്നോടിയായി അംഗങ്ങൾക്കുള്ള പെരുമാറ്റ സംഹിത ഓർമ്മിപ്പിച്ച് രാജ്യസഭ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരിക്കുകയാണ്. അംഗങ്ങൾ പാർലമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ പെരുമാറണം തുടങ്ങിയ നിയമങ്ങളാണ് രാജ്യസഭ ബുള്ളറ്റിൽ പുറത്തിറക്കിയിട്ടുള്ളത്. അതിലെല്ലാ നിയമങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. നേരത്തെ പുറത്തിറക്കിയ അംഗങ്ങൾക്കുള്ള കൈപുസ്തകത്തിന്റെ ഭാഗങ്ങളാണ് പുതിയ ബുള്ളറ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ചെയറിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് കർശനമായി തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അകത്തോ പുറത്തോ ജയ് ഹിന്ദ്, വന്ദേമാതരം തുടങ്ങിയ ഒരു തരത്തിലുമുള്ള മുദ്രാവാക്യ വിളികളും പാടില്ല എന്ന് ബുള്ളറ്റിൽ പരാമർശിക്കുന്നുണ്ട്. പാർലമെന്റിൽ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ചിലപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പാർലമെന്റിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള ചട്ടങ്ങൾ അതിൽ പറയുന്നത്. ഒരംഗവും ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കാൻ പാടില്ല എന്നും അങ്ങനെ സംഭവിച്ചാൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് സ്പീക്കർ തന്നെ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് സ്പീക്കറിന് പോവേണ്ടി വരുമെന്ന് സ്പീക്കർ തന്നെ പറയുന്നുണ്ട്. ജൂലൈ 22-ന് ആരംഭിക്കുന്ന സമ്മേളനം ഓഗസ്റ്റ് 12-ഓടുകൂടിയാണ് അവസാനിക്കുന്നത്. എല്ലാ അംഗങ്ങളും പാർലമെന്ററി മര്യാദകൾ പാലിക്കണമെന്നും അൺപാർലമെന്ററി പദപ്രയോഗങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഒരു പ്രത്യേക വാക്കോ പദപ്രയോഗമോ പാർലമെന്റിൽ വിരുദ്ധമാണെന്നും ചെയർ അഭിപ്രായപ്പെട്ടാൽ മറ്റൊരു ചർച്ചയും നടത്താതെ അത് പിൻവലിക്കണമെന്ന് കർശന നിർദ്ദേശം എല്ലാ അംഗങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഓരോ അംഗവും സഭയിലേക്ക് വരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ചെയറിനെ മടങ്ങണം. ഒരംഗം മറ്റൊരു അംഗത്തെയോ മന്ത്രിയെയോ വിമർശിച്ചാൽ അതിന്റെ മറുപടി കേൾക്കാൻ വിമർശകൻ സഭയിൽ ഉണ്ടായിരിക്കണമെന്നും അല്ലാത്ത പക്ഷം അത് സഭയ്ക്ക് വിരുദ്ധമാണെന്നും പാർലമെന്ററി ചട്ടത്തിൽ വിരുദ്ധമാണെന്ന് പറയുന്നുണ്ട്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് 23-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയാണ്. സമ്മേളനം ഓഗസ്റ്റ് 12 വരെ നീളാനാണ് സാധ്യത. സമ്പൂർണ്ണ ബഡ്ജറ്റ് പാസാക്കി സമ്മേളനം അന്ന് തന്നെ, അതായത് ഓഗസ്റ്റ് 12-ന് തന്നെ പിരിയും. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ഇടക്കാല ബഡ്ജറ്റ് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. ഇതിന്റെ തുടർച്ചയായിരിക്കും ഇത്തവണത്തെ ബഡ്ജറ്റിന് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഏതൊക്കെ നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിൽ കൊണ്ടുവരുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.